കാണാൻ ആക്ടർ കൊതിയ. വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് ധ്യാനിനെയും എനിക്കത് മലയാള സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. എന്റെ നാശം കണ്ടിട്ടേ അടങ്ങുള്ളൂ. കപ്പിലറ്റു ഉണ്ടാവും, തിരാറ്റു ഉണ്ടാവും. ഇത്രയും പേര് 3-4 പേരെ ചോദിക്കും. ബാക്കിയുള്ളവരൊക്കെ എന്നെ എടുക്കാൻ വന്നിരിക്കും. ചോദിക്കുക, ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കാം. അപ്പൊ ആവശ്യമില്ലാത്തൊക്കെ പറയും. ഓക്കെ. സഞ്ജു സർപ്രൈസ് ഞാൻ ഇവരെ കാണാൻ വേണ്ടി വന്നതാണ്. ധ്യാനിന്റെ ഏറ്റവും പുതിയ സിനിമ ID എല്ലാവരും സപ്പോർട്ടുകളും ഉണ്ടായിരിക്കണം. ഒരുപാട് സന്തോഷത്തോടെ വരാൻ പറ്റിയത് നമ്മുടെ സുഹൃത്തുക്കളാണ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ നമ്മുടെ സുഹൃത്താണ്. ആൻഡ് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വെറുതെ ഒന്ന് പാളി തേടി വന്നാണ്. നിങ്ങൾ വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് ധ്യാനിനെയും എനിക്കത് മലയാള സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. ഒരുവിധം അത്യാവശ്യം പ്രശ്നങ്ങളെ പറ്റി കഴിഞ്ഞു തോന്നുന്നു. 1000 ബേബീസ് കണ്ട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി, താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഇവിടെ വീണ്ടും വർത്താനം പറയുന്ന ഒരു അവസരം തന്നതിന് വളരെ നന്ദി. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങണ്ടായിരുന്നു. അത് ജോർജിയയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് പേർക്ക് അത് വിസ പ്രോസസ്സും പരിപാടിയൊക്കെ അത് ഷൂട്ട് തുടങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിപ്പം മാർച്ചിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തു. അല്ലല്ല, പ്രണവല്ല. ഏതാ പ്രണവല്ല, അത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്യല്ലോ. പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവും. അല്ല ഞാനല്ല ഏതാ ഇല്ല ഞാൻ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല ഞാനല്ല. എല്ലാ ആഴ്ച സിനിമ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആരുടെ വിഷ്ണുവിൻ്റെ അടുത്ത്. അത് പറഞ്ഞില്ല. ഭയങ്കര വലുതല്ലേ നിനക്ക് തന്നെ ഇങ്ങനെയാണല്ലോ നീ ചോദിക്കണേ. അതാ അത് ഞാൻ പറഞ്ഞത്. അത് വലിയ സിനിമയല്ലേ, ഇപ്പം ചെയ്ത് അഭിനയിച്ച് തീർക്കാനുള്ള കുറേ സിനിമയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മതിയടാ. നിനക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കൂടി ഇതുണ്ടാ കാണാൻ ആക്ടർ കൊതിയ. എന്റെ നാശം കണ്ടിട്ടേ അടങ്ങുള്ളൂ. എടാ ഇപ്പോഴുള്ള അവസ്ഥയിൽ ഞാൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്റെ ആലോചിച്ചു കൊല്ലൂല്ലേ ഇത്തരെല്ലാരും കൂടെ നിങ്ങളടക്കം ഇല്ലേ. അതായിട്ട് ഓടിയില്ലെന്ന് വിചാരിക്കുക. തീർന്നില്ല ഞാൻ. ഇപ്പൊ അങ്ങനെയൊക്കെ പോട്ടെ. നിനക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? ഇനി നീ ചോദിക്കരുത്. ഈ വർഷം ഏതാ അടികപ്പേര് ടു അടുത്ത വർഷത്തെ ഇതിങ്ങനെ ചർച്ച ഡിസ്കഷൻ ഞാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ ഇതിന്റെ മുന്നത്തെ എവിടെയോ കപ്പിലറ്റു ഉണ്ടാവും, തിരാറ്റു ഉണ്ടാവും. എപ്പോൾ ഉണ്ടാവും മാത്രം ചോദിക്കരുത്. എന്തായാലും ഉണ്ടാവും. രണ്ടും പ്ലാനിങ്ങിലുണ്ട്. തിരാറ്റു എന്തായാലും ഉണ്ടാവും. തിരാറ്റു ചിലപ്പോൾ ഞാൻ സംവിധാനം ചെയ്യും. ഇല്ല, തിരാറ്റൂരിൽ ഓൾമോസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ. അതേതില് അതിന് അത് ആ സമയമാവട്ടടാ. അപ്പൊ കുറക്കൂലേ ഇല്ലേ? കുറക്കൂ. അല്ല, ഞാൻ വിചാരിച്ചേ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ 8 പേരിൽ പറയാതെ വേണമെന്ന് ഇവരോട് പറഞ്ഞതുകൊണ്ട് എന്നെ എണ്ണം തയ്ക്കാൻ ഇങ്ങനെ നിർത്തിയിരിക്കാന്ന് ഞാൻ ആദ്യം കരുതി.
പിന്നെ ഞാൻ ഓർത്ത് നമ്മുടെ നാട്ടിലേക്ക് തേങ്ങ ഇടാൻ വരുമ്പോഴേ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ 500 തേങ്ങ എണ്ണി മാറ്റിക്കൊണ്ട് തിരികടം 4 ഇട്ട് കൊടുക്കും. അങ്ങനെ ഇടാൻ വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ ആദ്യം കരുതി. അതുപോലെ ഇവരോട് പറഞ്ഞു വളരെ സന്തോഷം. അപ്പൊ 5-ാം തവണ ക്ലിയർ ചെയ്തതാണ്. വളരെ സന്തോഷം. ഇതിനകത്ത് ഒരു നല്ല സീൻ ഇങ്ങനെ ഒന്നിച്ചഭിനയിക്കാൻ പറ്റി. വലിയ സന്തോഷം. എന്താ പറയുന്നത്, ഈ സിനിമ ഒരു നല്ല സിനിമയായിരിക്കാം. ഉറപ്പായിട്ടും നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ 2 മണിക്കൂറത്തിന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഒരു നല്ല സിനിമ. നമുക്ക് ഇങ്ങനെ ഇതിനു മുമ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്തിൽ ഈ സിനിമയിലൂടെ നമുക്ക് ഇതിനെതിരെ ഇങ്ങനെ ഞങ്ങൾ പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ ഞാനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷം ഇതിനോടൊപ്പം ഉണ്ടാകണം കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരും കുറേ സംസാരിച്ച് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് തകർത്തെഴുതുമല്ലോ. ചോദ്യം ചോദിക്കാനൊന്നും ഇല്ലേ നിങ്ങളെ? ഇത്രയും പേര് 3-4 പേരെ ചോദിക്കുക. ബാക്കിയുള്ളവരൊക്കെ എന്നെ എടുക്കാൻ വന്നിരിക്കുക. ചോദിക്കുക, ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കുക. അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ പറയും. അപ്പോൾ സന്തോഷം. സിനിമ എല്ലാവരും പോയി കാണുന്ന വിജയിപ്പിക്കും. പ്രൊഡ്യൂസറിലൂടെ വരാൻ പറ്റിയില്ല. നമ്മുടെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ മുഹമ്മദ് കുട്ടി എന്നാണ്. എനിക്ക് അവസരം തന്ന മുഹമ്മദ് കുട്ടിക്ക് പ്രത്യേകിച്ചൊരു നന്ദി പറയുന്നു. എല്ലാവരും ഇവിടെ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.